പിന്നല്ല, 14-ാം തീയതി നിലപാട് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദ് നിലപാട് പ്രഖ്യാപിച്ചു. നിലപാട് വളരെ കൃത്യമാണ്. ഐക്യത്തിന്റെ വാതിൽ എപ്പോഴേ തുറന്നിട്ടിരിക്കുകയാണ്. ഐക്യമെന്നാൽ ലയനമല്ല. പരസ്പരം മര്യാദയോടെ നല്ലതായി സംസാരിക്കുകയും പെരുമാറാനും പഠിക്കുക. കൂട്ടത്തിൽ കൃത്യമായ ഒരു കാര്യവും പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയവരല്ല, സമസ്തയിൽ തന്നെയാണുള്ളത്. ഒരാൾ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ ആദർശത്തിൽ നിന്നോ ആ സംഘടനയിൽ നിന്നോ ഇറങ്ങുന്നു എന്നല്ല. ചുരുക്കത്തിൽ പത്മഭൂഷൺ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സുകുമാരൻ നായർ സാറിനെ കാണാൻ പോയ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അവസ്ഥയിലേക്കെത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആദ്യം കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാം. സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ചുരുക്കത്തിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയോ? സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് മടങ്ങി വരാം എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, വേറെ ആരാണ്ടെയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, സമസ്തയുടെ പണ്ഡിത വരേണ്യന്മാരെ, നിങ്ങൾ ഈ അകത്തുള്ള കുത്തൊന്ന് നിർത്തി അതിനകത്തുള്ള തമ്മിലുള്ള കുത്ത് നിർത്തുന്നതിന് ഒരു മുൻകൈ എടുത്ത് അതിനെ നല്ല മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം നിങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ പോലെ ലേനം 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 എന്നും പറഞ്ഞ് വെറുതെ പുറവിന് നടന്ന് എന്തിനാണ് വില കളയുന്നത്? അതൊന്നും സാധ്യമായ കാര്യമല്ല. നിങ്ങളിപ്പോൾ പുറത്തു പോയവരെല്ലാം തിരിച്ചു വന്ന് പറയുമ്പോൾ ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്മെന്റും ആൾക്കൂട്ടവും അതിന്റെ ഏർപ്പാടും സംഗതികളും ഒക്കെ ഉണ്ടായി നിറഞ്ഞങ്ങനെ നിൽക്കുന്ന AP വിഭാഗത്തിലെ സംഘടന വന്ന് നിങ്ങളിൽ അങ്ങ് ലയിക്കുവോ? എന്ത് കണ്ടിട്ടാണ് നിങ്ങളിൽ ലയിക്കേണ്ടത്? ഇവിടെ ഒരു സമാധാനവും ഇല്ല, ഒരു തമ്മി കുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. അതുപോലെ തന്നെ യോഗത്തിൽ ഇപ്പോൾ ചായയുടെയും ഭക്ഷണത്തിന്റെയും നേരമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്തതായി നാസർ ഫൈസി കൂടത്തായി സംസാരിക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അതിനനുസരിച്ച് അബ്ദുസമദ് പൂക്കോട്ടൂർ സംസാരിക്കുമ്പോൾ കുറെ പേര് തെക്കോട്ടും വടക്കോട്ടും ഇറങ്ങിപ്പോകുന്നു. അവരൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ സമസ്തക്കാർ തന്നെ വന്ന് എഴുതുന്ന ആ സംഗതികളും അബൂ താഹിർ ഫൈസിയെ പോലെയുള്ള ആളുകൾക്ക് ചുമതല കൊടുത്ത് 2 ലക്ഷം രൂപ കാശുമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന അത്തരം വിത്തുകളൊക്കെ ഇങ്ങനെ മുളച്ച് മുകളിലേക്ക് പൊന്തുമ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്ക്. എന്നിട്ട് അതൊരു വലിയ മഹത്തായ സംഘടനയായിട്ട് നിങ്ങൾ പറഞ്ഞ 100 വർഷത്തിന്റെ ആ സംഘടനയുടെ പാരമ്പര്യം നിലനിർത്തി ഒരു 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 മുത്തശ്ശി സംഘടന എന്നൊക്കെ പറയത്തില്ലേ, ഇന്ത്യയിൽ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ ഒരു പ്രൗഢിയും അതിന്റെ ഒരു അന്തസ്സും അതിന്റെ ഒരു കുലീനത്വവും അതിന്റെ ഒരു സത്യവും ഒക്കെ നിലനിർത്തി അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പകരം അതിലിട്ട് നെല്ല് കുത്തുന്നത് പോലെ ഇട്ട് ഒലക്കയിലിട്ട് ഇടിക്കുന്നത് പോലെ പരസ്പരം ഇടിച്ചിട്ട് അവരെ കൂടെ വിളിക്കുന്നത് എന്തിനാ? അവരിവിടെ വന്നിടിക്കാനോ? അവരുടെ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്തുകൊണ്ട് പോവുക. അവിടെ എല്ലാവരും പറഞ്ഞു പേരോട് ഉസ്താദ് അങ്ങനെയാണ്, ഖലീൽ ബുഖാരി തങ്ങൾ തെക്കോട്ട് പോവും, പേരോട് ഉസ്താദ് വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ജാഥയുടെ ക്യാപ്റ്റന്മാരും മാനേജർമാരുമാക്കി കേരളം മൊത്തം മുഴുവൻ ജാഥ നടത്തി അതിന്റെ ശരിയായ സന്ദേശം കൃത്യമായി അവർ പറഞ്ഞ് അവസാനിപ്പിച്ചു. കുത്തി പറഞ്ഞില്ല, ഒരുത്തനെയും ഒന്നും പറയാനോ അവർ അനുവദിച്ചില്ല. ഇവിടെ എന്താ സ്ഥിതി? എന്നിട്ടാണ് വെറുതെ ഇല്ല വെള്ളാപ്പള്ളി നടേശൻ സാറ് നമ്മുടെ സുകുമാരൻ നായർ സാറിനെ കാണാൻ പോകുന്ന പോലെ പോയവരെല്ലാം വാ എന്ന് പറഞ്ഞാൽ പോയില്ലെന്നാ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. പോയെങ്കിലല്ലേ വരേണ്ടത്, അവരതിൽ തന്നെ ഉണ്ടെന്ന് അന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങളാ പോയെന്നാ കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് കാര്യത്തിനാ? ഞാൻ ഈ സമസ്തക്കാരോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുക, ഇത് വല്ലതും നടക്കാനാണോ? കഷ്ടം.